ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഇന്നത്തെ ഞാൻ സ്കോട്ട്ലൻഡിലെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ബ്രിട്ടാനിയ യാച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്യൂൻ എലിസബത്തിന്റെ ലക്ഷറി ഷിപ്പാണ് കേട്ടോ ബ്രിട്ടാനിയ. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ട്രാം എടുത്തിട്ട് ഓഷ്യൻ ടെർമിനൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ പോകുന്ന വഴി നല്ല രസമുണ്ട് കാണാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബോഡിയിലാണ് ഇപ്പോൾ ഷിപ്പ് ഉള്ളത്. ഇതിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ട്രാം പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് കൊച്ചിയൊക്കെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ദേ സ്റ്റോപ്പ് എത്തി ഇറങ്ങി. ഓഷ്യൻ ടെർമിനൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. അവിടെ തന്നെ അതേ പേരിൽ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബ്രിട്ടാനിയൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇവിടുത്തെ ഷിപ്പിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഒരു ഇൻ്റർഫോൺ പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ഡീറ്റെയിൽസ് പറയേണ്ടാവുക. അതായത് ഓരോ ഫ്ലോറിൽ കയറുമ്പോൾ നമ്മൾ നമ്പർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗൈഡ് പോലെ. ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഫസ്റ്റ് ഷിപ്പിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 3rd ഫ്ലോറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 3rd ഫ്ലോർ ടു നമുക്ക് ഗ്രൗണ്ട് ഡെക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റും. യാത്ര ചെയ്യാൻ മീൻസ് ഇതിലേക്ക് നമുക്ക് കാണാൻ പറ്റും. സോ 3rd ഫ്ലോറിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഗ്രൗണ്ട് വരെ ഉണ്ട്. അങ്ങനെ ഷിപ്പിലോട്ട് എൻ്റർ ചെയ്യാണ്. ഷിപ്പ് വാട്ടർ ബോഡിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇന്നാണെങ്കിൽ ഇവിടെ മഴയും പെയ്തിട്ട് ഫ്രീസായിട്ട് എടുക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ കയറുന്ന ഏരിയ എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ അപ്പർ ഡെക്കാണ്. അപ്പർ ഡെക്കിലാണ് ഇതേപോലെ നേവിഗേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. ഈ യോച്ച് ഇത് ശരിക്കും ഷിപ്പല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കിട്ട് മിസ്റ്റേക്കലി പറയുന്നതാണ് ഷിപ്പെന്ന്. ഇത് ശരിക്കും ലക്ഷറി യോട്ടാണ്. ക്യൂൻ എലിസബത്തിന്റെ യോട്ടാണ്. അതായത് റോയൽ ഫാമിലി ഉപയോഗിച്ചിരുന്ന യോട്ടാണ്. ഇത് ലാസ്റ്റ് സെയിൽ ചെയ്തത് 1997 അതായത് ഹോങ്കോങ്ങിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ ഇത് പോയിട്ടില്ല. പിന്നെ ഇത് ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഉള്ളൊരു ഏരിയയാക്കി മാറ്റിയേക്കാണ്. അപ്പോൾ ഇവിടെ സ്ഥാപിച്ചേക്കുന്ന എല്ലാ സാധനങ്ങളും പഴയ സാധനങ്ങളാണ്. അതായത് നേവിഗേഷന് യൂസ് ചെയ്തിരുന്ന എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഫുള്ള് ഓൾമോസ്റ്റ് വുഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 1000 ട്രിപ്പൊക്കെ റോയൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഒരു 600 ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ട് ഇത്. അതായത് റോയൽ ഫാമിലി ഒഫീഷ്യലി പോകാനും അവരുടെ ലീഷറിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിരുന്ന യോച്ചാണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോയൽ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്യൂൻ എലിസബത്തിൻ്റെ റൂം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് നേവിഗേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് മറ്റേ ഇൻ്റർഫോൺ പോലത്തെ ഒരു സാധനം തന്നുകൊണ്ട് അതിൽ നമുക്ക് ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. അതിൽ കുറേ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്, പിന്നെ ഇവിടെ വെച്ചേക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഇവിടുന്ന് ഒരു ലോങ് സാധനം ഉണ്ട്, ആ ബാക്കിൽ കാണുന്നതാണോ, ആ സാധനം എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്, അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളാണ് ഇതിലിപ്പോൾ പറയുന്നത്. മുകളിലത്തെ ഫ്ലോറ് ഈ നേവിഗേഷന് യൂസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ്. താഴെയാണ് റെസിഡൻഷ്യൽ പാലസും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ആക്ച്വലി 4 ഫ്ലോറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ വേർട്ടിക്കൽ സർക്കുലേഷൻ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗം നേവിഗേഷനും വർക്കേഴ്സിനും ബാക്കി യൂട്ടിലിറ്റിക്കും, ബാക്ക് സൈഡ് ഫുള്ള് റോയൽ ഫാമിലിക്കും. അതിൽ റോയൽ ഫാമിലി യൂസ് ചെയ്തിരുന്ന ഭാഗം എന്ന് പറയുന്നത് 2nd ഫ്ലോറും 3rd ഫ്ലോറും ആയിരുന്നു. അതിൽ 2nd ഫ്ലോറിലാണ് കൂടുതലും റെസിഡൻഷ്യൽ ഏരിയ കൊടുത്തേക്കുന്നത്. ക്യൂവിൻ്റെ റൂം കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്, പ്രൈവറ്റ് ഏരിയ കൊടുത്തേക്കുന്നത്. 3rd ഫ്ലോറിൽ വരുമ്പോൾ മീറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, അങ്ങനത്തെ ഇവർ പല രാജ്യങ്ങൾക്ക് പോകുമ്പോൾ ഒഫീഷ്യൽസിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസും വിസിറ്റിംഗ് ഏരിയയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. 1997 ശേഷം ഇത് യൂസ് ചെയ്തിട്ടില്ല. റീസെൻ്റ്ലി, അതായത് 2023 ഇപ്പോൾ നിലവിലത്തെ കിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് നല്ല തണുപ്പാണ്, മഴയും പെയ്യുന്നുണ്ട്. എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ചോന്ന് തൊടുത്ത് വന്നിട്ടുണ്ട്. കാരണം ബ്രീത്തിങ്ങിന് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. കടലായതുകൊണ്ട് അതിൻ്റെ കാറ്റുണ്ട്. സോ 1997 ലാസ്റ്റ് ഇവിടെ ലൈറ്റിൽ വന്നിറങ്ങിയത്. പിന്നീട് ഈ ഷിപ്പ് മൂവ് ചെയ്തിട്ടില്ല. ഇനി ഇതേ നമ്മൾ പോകുന്നത് 2nd ഫ്ലോറിലേക്കാണ്. ആക്ച്വലി ഷിപ്പ് വഴി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ആ വഴി നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എലിവേറ്റർ ഒക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ യോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ് പോകുന്നത്. അതായത് 2nd ഫ്ലോറിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടാണ്. അതിൽ തന്നെ ലക്ഷറി ഏരിയ ആണ് കേട്ടോ.
അവിടേക്ക് പോകുന്ന വഴിക്ക് ഇതേപോലെ കുറേ സാധനങ്ങൾ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എമർജൻസി ബോട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ യോച്ചിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഫുള്ളായിട്ട് നമുക്ക് ലക്ഷറി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ താമസിച്ചിരുന്നത് ക്യാപ്റ്റൻസും പിന്നെ കമാൻഡേഴ്സും ആയിരുന്നു. അപ്പോൾ അവർക്ക് ചെയ്തേക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ലക്ഷറി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിലെ അവരുടെ ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഇതിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരുടെ, അതായത് കമാൻഡേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് കമാൻഡേഴ്സൊക്കെ നിന്നിരുന്നത്. ഈ ഒരു ഫ്ലോറിലാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട്. ഇതേ ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ കണ്ടോ? ഈ സ്റ്റെയർ വഴിയാണ് ഇവർ മുകളിലോട്ട് സെയിലിംഗ് ഏരിയയിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം പോയിരുന്ന ഏരിയയിലോട്ട്. ഇവിടുത്തെ അവരുടെ പാൻട്രി കൊടുത്തിട്ടുണ്ട്. അവർ യൂസ് ചെയ്തിരുന്ന കപ്സും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്ന പാൻട്രി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു റോൾസ് റോയ്സിൻ്റെ പഴയ ഒരു വിൻറ്റേജ് കാർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് റോയൽ ഫാമിലീസ് യൂസ് ചെയ്തിരുന്നതാണ് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ കുറേ രാജ്യങ്ങൾ ഇത് വെച്ചിട്ട് പോയിട്ടുണ്ട്. 600 ചില്ലാൻ ട്രിപ്പുകൾ ഈ യോച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അന്ന് അവർക്ക് ലോക്കലി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ് ഈ കാറ്. അതിൻ്റെ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മൾ യോച്ചിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ബാക്ക് സൈഡിൻ്റെ ഏരിയയിലോട്ട് പോവാണ്. ഇവിടെയാണ് ക്യൂൻ താമസിച്ചിരുന്ന മുറി സൈഡിൽ. അതുകൊണ്ടാണ് ഇവിടുത്തെ സിൽ ഹൈറ്റ് കുറച്ച് കൂടുതൽ. കാരണം ഇതിൽ ട്രാവൽ ചെയ്യുമ്പോൾ ക്യൂവിനെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഭാഗമാണ് റോയൽ ഫാമിലി യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ എത്തുന്നത് ഇങ്ങോട്ടേക്കാണ്. ഇതാണ് ഈ യോച്ചിൻ്റെ ഏറ്റവും വലിയ അപ്പർ ഡെക്ക്. കാരണം ഇത് വലിയൊരു പ്ലെയിൻ ഏരിയയാണ്. റോയൽ ഫാമിലി അവരുടെ ഫാമിലി ടൈം യൂസ് ചെയ്തിരുന്ന സ്ഥലമാണിത്. ഇവർ സമ്മറിലാണ് കൂടുതലും ഇൻ്റർനാഷണൽ ട്രിപ്പ് ട്രാവൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇവർ എല്ലാ സൗകര്യങ്ങളും കൊണ്ട് പോകും. ഇവിടെ സ്വിമ്മിംഗ് പൂൾ വരെ സെറ്റ് ചെയ്തായിരുന്നു റോയൽ കിഡ്സിന് വേണ്ടിയിട്ട്. അതായത് ചാൾസിൻ്റെയും ഡയാനൻ്റെയും കല്യാണത്തിന് ശേഷം അവർക്ക് പിള്ളേരുണ്ടായിട്ട് അവർ ഇതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവർക്ക് സെപ്പറേറ്റ് റൂമും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് റോയൽ കിഡ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള. ഈ ഒരു ഏരിയ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ. കാരണം സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും കടലിൻ്റെ നടുക്ക് ഇത്രയും വലിയൊരു പാർട്ടി സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയല്ലേ. ഇവിടെ ഫുള്ള് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ബാൽക്കണി പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ബാക്ക് സൈഡാണ് യോച്ചിൻ്റെ. അതായത് ഫ്രണ്ടിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ ഇത് ബാക്ക് സൈഡായിട്ടാണ് വരിക. അപ്പോൾ അവിടെ നിന്ന് ഒരു ബാൽക്കണി പോലെയാണ് ഈ അപ്പർ ഡെക്ക് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒത്തിരി ആൾക്കാരുണ്ട്, ടൂറിസ്റ്റ് ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സാധനത്തിലാണ് നമ്മൾ ഹിസ്റ്ററി കേൾക്കുന്നത്. ഇതാണ് ഏറ്റവും ഇവിടെ പ്രൈവസി ഉണ്ടായിരുന്ന മുറി. ആൻഡ് ഓൾസോ ഇവിടേക്ക് അധികം ആൾക്കാരൊന്നും വരില്ല. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കിലാണ്. ഇതാണ് ക്യൂവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലം. ഒരു ലിവിങ് ഏരിയ ആണ്. റോയൽ ഫാമിലി ആയതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ലക്ഷറിയസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പാലസ് പോലെ തന്നെയാണ് ഈ യോട്ടും ചെയ്തേക്കുന്നത്. യോട്ട് കമ്പയറിങ് ടു ഷിപ്സ് ഭയങ്കര സ്മോൾ സൈസാണ്. കാരണം ആ ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സ്പേസ് ആണ്. അവർ മാത്രമാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ലക്ഷറിക്ക് ഒരു കുറവില്ല. ഇത് ഫുള്ള് വുഡിലാണ് കേട്ടോ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇത് ഒരു വിസിറ്റിംഗ് ഏരിയ ആണ്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ഇവരുടെ പ്രൈവറ്റ് സ്പേസിലോട്ടാണ്. നടുക്ക് തന്നെ ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെയർ ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു ഗാർഡ് നിൽക്കുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും റോയൽ ഫാമിലി അതാണ് യൂസ് ചെയ്തിരുന്നത് താഴത്തെ ഫ്ലോറിൽ പോകാൻ വേണ്ടിയിട്ട്. താഴെയാണ് ഫോർമൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ നടന്നിരുന്നത്. ഇതാണ് കേട്ടോ, ഇതൊരു സിംഗിൾ ബെഡാണ്. ഇതാണ് ക്യൂൻ എലിസബത്തിൻ്റെ മുറി. ക്യൂൻ യൂസ് ചെയ്തിരുന്ന മുറിയാണ്. അതേപോലെ തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്തേക്കാം കേട്ടോ. ഇപ്പം നിലവിൽ ഇത് സെയിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാത്തതും. പിന്നെ ഇപ്പോൾ ക്യൂൻ മരിച്ചപ്പോൾ കിങ് ആണ് ബ്രിട്ടൻ്റെ രാജാവ്. അവർ ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയിൽ കാണിച്ച പോലെ വല്ലപ്പോഴും വന്ന് ഈ സാധനം കണ്ടു പോകും. അല്ലാണ്ട് ഇതിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല.
ഇവിടെ റോയൽ ഫാമിലിൻ്റെ പഴയ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, ക്വീൻ എലിസബത്തും മക്കളും. അതിലിപ്പോഴത്തെ രാജാവിനെ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. എല്ലാവരും അതേപോലെ തന്നെ മറ്റേ ഇൻ്റർഫോൺ പോലത്തെ ആ ഫോണും വെച്ചിട്ട് ഹിസ്റ്ററിയൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എന്തോ ഒരു റൂമുണ്ട്, അത് നമുക്ക് കാണാം. ഇപ്പോൾ അവിടെ കുറച്ച് തിരക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. എന്തായാലും റോയൽ റൂംസ് ആണ്, റോയൽ സ്യൂട്ട്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഈ റൂമിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസ് ചാൾസിൻ്റെയും ഡയാനിൻ്റെയും ഹണിമൂൺ 1980s നടന്ന ഹണിമൂണിന് ഈ യോട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള റൂമാണ്. ഇത് ഹണിമൂണിന് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്തെടുത്ത ഡബിൾ റൂമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ പോകാം. നേരത്തെ കണ്ട സ്റ്റെയർ ഇല്ലേ, അത് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് പിന്നെയും എലിവേറ്റർ കയറി തിരിച്ച് രണ്ടാമത് യോട്ടിലേക്ക് എൻ്റർ ചെയ്യാം. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡെക്കിൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ടാണ്. അതായത് ഈ വാച്ചിൽ ഡിഫറെൻറ്റ് റാങ്ക്സ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് വർക്കേഴ്സ് ടു കമാൻഡർ എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടത് കമാൻഡേഴ്സിൻ്റെ ഡൈനിങ് ഏരിയയും സിറ്റിംഗ് ഏരിയയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അവരുടെ ബാർ സ്പേസ് കൊടുത്തേക്കുന്നത് താഴത്തെ ഫ്ലോറിലാണ്. ഇത് അവരുടെ ബാർ സ്പേസ് ആണ് കേട്ടോ. ഇത് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അവർ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ടാണ് ബാർ ഏരിയ എൻജോയ് ചെയ്തിരുന്നത്. ഇവിടെ അതേപോലെ തന്നെ അവരുടെ ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഭയങ്കര ലക്ഷറി ആയിട്ടാണ് കേട്ടോ ഡൈനിങ് ഏരിയ ചെയ്തേക്കുന്നത്. ഒരു ഫയർ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഡൈനിങ് റൂം. അത്യാവശ്യം വലിയൊരു ടേബിളും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഡൈനിങ് ടേബിളുമാണ് ഉള്ളത്. സൈഡിൽ ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒത്തിരി ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും ഇത് സെയിൽ ചെയ്തിരുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്ന ക്യാപ്റ്റൻസിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ സെയിം ഫ്ലോറിൽ തന്നെയാണ് റോയൽ ഡൈനിങ് വരുന്നത്, ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ആ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാൻട്രിയേഴ്സ് ആണ് കേട്ടോ അത്. എല്ലാം ഓൾമോസ്റ്റ് സിൽവറാണ്. സിൽവർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പാൻട്രി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നേരെ നമ്മൾ ബാക്ക് സൈഡിലോട്ട് വന്നു. അതായത് റോയൽ ഫാമിലി യൂസ് ചെയ്തിരുന്ന ഏരിയ ആണ്. അതായത് നമ്മൾ ക്വീൻ എലിസബത്തിൻ്റെ അവിടെ നിന്ന് കണ്ട ഒരു സ്റ്റെയർ ഇല്ലേ, ആ സ്റ്റെയർ ഓപ്പൺ ആക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അത് ആ സ്റ്റെയർ അവിടെ ദൂരെ കാണാൻ പറ്റും. അതിൻ്റെ ബാക്കിലാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് റോയൽ ഡൈനിങ് ഏരിയ ആണ്. ഇവരുടെ ഗസ്റ്റും പിന്നെ പുറത്ത് രാജ്യത്ത് നിന്ന് മീറ്റ് ചെയ്യുന്ന ആൾക്കാരും വന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഏരിയ ആണത്. ടേബിൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു ഏരിയ ഇവരിപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വെഡ്ഡിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അതായത് പുറത്തെ രാജ്യത്തിലെ ആൾക്കാരൊക്കെ വരുമ്പോൾ ട്രീറ്റ് ചെയ്തിരുന്ന ഫ്ലോറ് ഇതായിരുന്നു. മുകളിലത്തേത് കംപ്ലീറ്റ്ലി ഫാമിലി ആയിരുന്നു. അപ്പോൾ ഇവിടെ ക്വീൻ യൂസ് ചെയ്തിരുന്ന ഓഫീസ് റൂമാണത്. അതായത് ഫുള്ള് ഫാക്സ് മെഷീനും കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യുന്നതും പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന ആയിട്ടുള്ള ഓഫീസ് മുറിയായിരുന്നു ക്വീൻ്റെ. ഈ ഒരു റൂമാണ് ഗസ്റ്റിന് വേണ്ടിയിട്ട് ഗസ്റ്റ് ഏരിയ ആയിട്ട് വെയിറ്റിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതായത് ഇതിനെ പറയുന്നതാണ് സ്റ്റേറ്റ് ലിവിങ് ഏരിയ. ക്യൂൻ നേരെ മുകളിൽ നിന്ന് ഇറങ്ങി വരും, നേരെ ലിവിങ് ഏരിയയിൽ വന്നിട്ട് ആരാണോ ഒഫീഷ്യൽസ് അവരെ മീറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് ഡിന്നറിന് പോകും. ഇതാണ് നടന്നിരുന്ന ഒരു ഫ്ലോ ചാർട്ട്.
ഈ ഒരു ഏരിയയിൽ നല്ല അടിപൊളിയായിട്ട് ഫർണിച്ചർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലോറൽ തീമിലാണ് ഈ സാധനം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഫയർ സ്പേസ് കാണാൻ പറ്റുന്നുണ്ടോ അറ്റത്ത്? അത് ശരിക്കും ഇലക്ട്രിക്കൽ ഫയർ സ്പേസ് ആണ്. വുഡൻ ഫയർ സ്പേസ് ഈ നേവൽ റൂൾസിന് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ യോച്ചിൽ കീപ്പ് ചെയ്തേക്കുന്നത് ഇലക്ട്രിക്കലാണ്. ഒത്തിരി റോയൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങൾ, ഈ യോച്ചിൻ്റെ സിമ്പിൾ ഇതാണ് ബാർ ഏരിയ. ഒഫീഷ്യലി അവർ സെർവ് ചെയ്തിരുന്ന ഡ്രിങ്ക്സും അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡെമോ ആണ്, ഫുള്ള് സീൽ ചെയ്തേക്കാണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സംഭവം അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ആ ഒരു ഫീല് കിട്ടും. പിന്നെ അതെ ഇവിടെ പ്രിൻസ് യൂസ് ചെയ്തിരുന്ന സ്യൂട്ട് വെച്ചിട്ടുണ്ട്, അവരുടെ ഒഫീഷ്യൽ വേഷം. ഇനി ഇത് നമ്മൾ പിന്നെയും പുറത്തിറങ്ങി അകത്ത് കയറുന്ന ഏരിയ ഏറ്റവും താഴത്തെ ലോവർ ഏരിയ ആണ്. ഈ യോട്ടിൻ്റെ ഏറ്റവും താഴത്തുള്ള ഏരിയ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡൗട്ട് ചോദിക്കാൻ കേട്ടോ, അതായത് യോട്ടാണോ ഷിപ്പാണോ എന്നുള്ളത്. സംഭവം ഷിപ്പ് പാസഞ്ചറും അല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഷിപ്പ്. ലക്ഷറി ആയിട്ട് റോയൽ ഫാമിലീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് യോട്ട് എന്ന് പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലേബേഴ്സിൻ്റെ ഏരിയ ആണ്. ഇതിൽ ഫസ്റ്റ് ഓഫീസേഴ്സും സെക്കൻഡ് ഓഫീസേഴ്സും ഒക്കെയാണ് സ്റ്റേ ചെയ്തത്. നമ്മൾ മുകളിൽ ക്യാപ്റ്റൻസിൻ്റെ ഒക്കെ ബാർ കണ്ടില്ലേ, അതേപോലെ തന്നെ ഇവരുടെ ബാറാണ് ഈ ഏരിയ. ഇവിടെ കൂടുതലും കുറേ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങളാണ് ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. അവരുടെ വാഷിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഫുള്ള് ലേബർ ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്തായാലും ഈ സാധനം ഉണ്ടാവും, അതായത് ഈ യോച്ച് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്കേഴ്സും സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടോ, അകത്ത് ബങ്ക്സ് കണ്ടോ, ബങ്ക് ബെഡ്, അവർ താമസിച്ചിരുന്ന ബങ്ക് ബെഡ്, അതേപോലെ അവരുടെ യൂണിഫോം ഏരിയ, അങ്ങനത്തെ ഇതൊക്കെ ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ബാക്കി ഈ ലേബേഴ്സ് യൂസ് ചെയ്തിരുന്ന ബാക്കി സാധനങ്ങളും കീപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ സെപ്പറേറ്റ് റോയൽ കിച്ചൺ അല്ലാണ്ട് സെപ്പറേറ്റ് കിച്ചൺ, പിന്നെ ഫുൾ യോച്ചിൻ്റെ ക്ലീനിങ് ഏരിയ, അതായത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള ഏരിയയൊക്കെ ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ബങ്ക് ബെഡ് കണ്ടോ, മുകളിൽ ക്യാപ്റ്റൻസിനൊക്കെ അടിപൊളി സൗകര്യങ്ങളായിരുന്നെങ്കിലും സാധാരണ ഫസ്റ്റ് ഓഫീസേഴ്സിനും സെക്കൻഡ് ഓഫീസേഴ്സിനും ഇതേപോലെ ബങ്ക് ബെഡാണ് കൊടുത്തിരുന്നത്. അവരുടെ യൂണിഫോമും ഇത് അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. അവരുടെ യൂണിഫോമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. റോയൽ ബ്രിട്ടാനിയ കോച്ചിൻ്റെ യൂണിഫോം അവർ യൂസ് ചെയ്തിരുന്ന അതൊക്കെ കറക്റ്റ് ഇങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ശരിക്കും അവിടെ ജീവിച്ചിരിക്കുന്ന പോലെയുണ്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ടൂറിസത്തിന് വേണ്ടി വിട്ടുകൊടുത്തേക്കാണ്. ഇവിടെ ഒരു കിച്ചൺ ഉണ്ട്, അതായത് പണ്ട് ലേബേഴ്സ് യൂസ് ചെയ്തിരുന്ന കിച്ചണിൽ ഒരു പോർഷൻ നോർമലി ഒരു ഷോപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫഡ്ജീസ് ആണ് വെക്കുന്നത്. നമുക്ക് ഫ്രീ ടെസ്റ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വേറെ കുറേ സാധനങ്ങളും ഉണ്ട്. അതായത് ഒരു ഫുൾ യൂണിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതായത് ഇതിപ്പോൾ സർജിക്കൽ ഏരിയ ആണ്. അതായത് ലേബേഴ്സിന് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ക്ലിനിക്കാണിത്. ഇത് ഡോക്ടേഴ്സ് ഏരിയ, ഇപ്പുറത്ത് അവരെ കിടത്താനുള്ള ബെഡ് ഉണ്ട്. ഇതൊന്നും റോയൽ ഏരിയ അല്ല, അതായത് വർക്കേഴ്സിനുള്ള ഏരിയ ആണ്. റോയൽ ഡോക്ടേഴ്സും എപ്പോഴും സെയിൽ ചെയ്യുമ്പോൾ കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതെ ഇവിടെ ഒരു ചെറിയൊരു പോസ്റ്റ് സാധനങ്ങളൊക്കെ വരാനുള്ളത്, അതായത് സെയിൽ ചെയ്യുമ്പോൾ അവരുടെ ഫാമിലീസ് അയക്കുന്ന സാധനങ്ങളൊക്കെ റിസീവ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. കാരണം പല രാജ്യത്തേക്ക് പോകുന്ന കപ്പലാണല്ലോ. ഇവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് അലക്കിയ സാധനങ്ങൾ എടുത്തു വെക്കാനുള്ളതോ അങ്ങനെ എന്തോ ആണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഏരിയ ആണ്. അതെ, ഇത് ഇവിടുത്തെ അലക്കുന്ന സ്ഥലമാണ്. അലക്കാനുള്ള പലതരം മെഷീൻസും അയേണിങ് ഏരിയയും, അതായത് ഷിപ്പിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്ഥലമാണ് യൂട്ടിലിറ്റി ഏരിയ. അപ്പോൾ അതേ യോച്ചിൻ്റെ ടൂർ കഴിഞ്ഞിട്ടോ. ഇത്രയാണ് യോച്ചിൻ്റെ സ്പേസസ് ഉള്ളത്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത്യാവശ്യം വലുതാണ് കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ കുഞ്ഞു കുഞ്ഞു സ്പേസ് ആണെന്നുണ്ടെങ്കിലും സംഭവം പുറത്തുനിന്ന് കാണാൻ അത്യാവശ്യം വലുതാണ്.
അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മിനിയേച്ചർ മോഡൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് ഈ യോച്ചിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇവിടെയാണ് സെയിലിംഗ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ സെയിലേഴ്സും വർക്കേഴ്സൊക്കെ ഫ്രണ്ടിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ബാക്ക് സൈഡാണ് ഫുള്ള് റോയൽ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. അതിൽ തന്നെ വേർട്ടിക്കൽ സർക്കുലേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫാമിലിക്ക് മൂവ് ചെയ്യാനും വർക്കേഴ്സിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. സൈഡിൽ കണ്ടോ ലൈഫ് ഗാർഡിൻ്റെ ബോട്ടുകൾ കീപ്പ് ചെയ്തേക്കുന്ന ചെറിയ സാധനങ്ങൾ. ഇതേ അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ബ്രിട്ടാനിയ യോട്ട്. ഇവിടെ എക്സിറ്റ് ഏരിയയിൽ കുറേ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ക്യാപ്പ് ഭയങ്കര ഇഷ്ടമായി. അതായത് ബ്രിട്ടാനിയ യോട്ടിൽ വർക്ക് ചെയ്തിരുന്ന ക്രൂവിൻ്റെ ക്യാപ്പാണ്. അപ്പം ഞാൻ എന്തായാലും ഈ സാധനം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് പിന്നെ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു റോയലായിട്ട്. അങ്ങനെ എനിക്ക് ക്യാപ്പ് ഇഷ്ടപ്പെട്ട്. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും ഇത് വാങ്ങി. അങ്ങനെ ക്യാപ്പൊക്കെ ബില്ല് ചെയ്ത് നമ്മളിത് ആ മോളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതൊരു മോള് കം ഒരു ഷോപ്പിംഗ് ഏരിയ കേട്ടോ. H&M അങ്ങനത്തെ കുറേ സ്റ്റോറുണ്ട്. ഇതിൻ്റെ പേര് ഓഷ്യൻ ടെർമിനലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രിട്ടാനിയൻ യോച്ചിൻ്റെ ടിക്കറ്റ് എടുത്തതും അതിൻ്റെ എൻട്രി വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അതെ വായന്നൊക്കെ പുക പോകുന്നുണ്ടോ, നല്ല തണുപ്പാണ്. ഇതേ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ട്രാം എടുത്തിട്ട് വേണം തിരിച്ച് എഡിൻബ്ര സിറ്റിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ട്രാം സ്റ്റേഷന് വേണ്ടിയിട്ട് ഓടുകയാണ്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ട്രാം സ്റ്റേഷൻ ഉണ്ട്. ട്രാം സ്റ്റേഷൻ്റെ പേരും ഓഷ്യൻ ടെർമിനൽ തന്നെയാണ്. അപ്പോൾ അതേ ട്രാം വന്നിട്ടുണ്ട്, ബെല്ലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എഡിൻബ്ര സിറ്റിക്കാണോ എന്ന് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഡിൻബ്ര സിറ്റിക്ക് പോകണം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം. കാരണം ഇന്നിപ്പോൾ ഡേ തുടങ്ങിയതേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരൊറ്റ യാച്ചിൻ്റെ വീഡിയോ ആയിട്ട് ഞാനിത് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസ് എഡിൻബ്ര സിറ്റി ചെന്നിട്ട് കാണാം. ബൈ, സി യാ.